എൻ്റെ പേര് ജിത്തു എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സായിരുന്നു. 2019 മെയ് മാസമാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 2015 നഴ്സിംഗ് പാസ് ഔട്ടായത്. അന്ന് തൊട്ട് എനിക്ക് വെളിയിലോട്ട് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ജർമ്മൻ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പക്ഷേ അന്ന് എനിക്ക് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിദേശയാത്രയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് ചേച്ചിമാർ വന്ന് പറഞ്ഞത്, കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന്. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഞാൻ ആദ്യം വെച്ച് തന്നെ ജർമ്മൻ എനിക്ക് കിട്ടണം, ജർമ്മനി പോകണമെന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ജർമ്മനി പോകണം മാതാവ്, എങ്ങനെയെങ്കിലും എനിക്ക് ജർമ്മൻ്റെ ഇത് ലാംഗ്വേജ് പഠിക്കാനും ഇതിന് സാധിക്കണം. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ വന്നുകൊണ്ട് കുറച്ച് എനിക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ സൗദിയിൽ തന്നെ കയറിപ്പോയി. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ 2 ചേച്ചിമാർ, എൻ്റെ കൂടെ പഠിച്ച ചേച്ചിമാർ വിളിച്ചു പറഞ്ഞു, ജിത്തു ഞങ്ങളെല്ലാം ജർമ്മനി പോവാണ് എന്ന് പറഞ്ഞു. അവിടെ ക്ലിയറായി ഞങ്ങൾ പോവാണെന്ന്. അപ്പോഴും എനിക്ക് വിഷമമായി, ഞാൻ പഠിച്ചതാണല്ലോ, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ജർമ്മൻ മൊത്തത്തിൽ ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി വെച്ചത് ആദ്യത്തെ നിയോഗം ജർമ്മനി പോകണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമില്ല OET അങ്ങനെ എഴുതണോ, എൻ്റെ മനസ്സ് മുഴുവൻ ജർമ്മനായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തവണ OET എഴുതി, പക്ഷേ ഞാനത് പാസ്സായില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നോർക്കയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. തിരുവനന്തപുരത്ത് ഇങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു ഇത് കിട്ടുമെന്ന്. പക്ഷേ അതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കിത് തരണം, എനിക്ക് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് തരണം, ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എനിക്ക് 13ാമത്തെ റാങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കിത് കിട്ടുവാണെങ്കിൽ മാത്രമേ മാതാവ് തരാവുള്ളെന്ന്. അപ്പോൾ എനിക്കിത് മാതാവ് 13ാമത്തെ റാങ്കിൽ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ലാംഗ്വേജ് പഠിച്ചപ്പോഴും ഞാൻ ടച്ച് വിട്ടു പോയായിരുന്നു ഇതിന്. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ മാതാവുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. മാതാവിനോടൊപ്പം നിന്ന് എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചും കൊന്ത ചൊല്ലി ധ്യാനം കൂടിയും എല്ലാം ഞാൻ പരീക്ഷ എഴുതി. അങ്ങനെ പരീക്ഷ എഴുതി ലാസ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് ഒരു 4 മൊഡ്യൂളുണ്ട്. ഞങ്ങൾക്ക് 2 മൊഡ്യൂൾ എനിക്ക് എപ്പോഴും ടഫാണ്, ലിസണിങ്ങും റീഡിങ്ങും. അതായത് ഹ്യോറൽ ലേസൺ എന്നാണ് പറയുന്നത്. ആ 2 നിയോഗം ഞാൻ എപ്പോഴും സമർപ്പിക്കുമായിരുന്നു. മാതാവ് എനിക്കിത് പാടാണ്, പക്ഷെ മാതാവ് എന്നെ ഇത് കാക്കണേന്ന്. പക്ഷേ അതിൻ്റെ ഫൈനൽ എക്സാം എഴുതിയപ്പോഴത്തേനും ബാക്കി 2 സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു എനിക്കത് കിട്ടുമെന്ന്. ബാക്കി 2 സബ്ജക്റ്റ് ഞാൻ മാതാവിൽ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് എഴുതിയപ്പോഴത്തേനും അത് കിട്ടി, ഒരുമിച്ച് കിട്ടി. റീഡിങ്ങും ലിസണിങ്ങും അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് റൈറ്റിംഗ് ആണ്, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് എനിക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് എക്സാം ആയപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് എക്സാം ആയപ്പോഴത്തേനും ഈ റൈറ്റിംഗ് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 2-3 അർത്ഥമെങ്കിലും മനസ്സിലായി നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിത് നോക്കുമ്പോഴത്തേനും എനിക്ക് ഒരു അക്ഷരവും മനസ്സിലാവുന്നില്ല. അത് ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പെടുത്ത് അവിടെ വിതറി മാതാവിൻ്റെ കാശ് രൂപത്തെ പിടിച്ച് പറഞ്ഞു, മാതാവേ എനിക്കിത് അറിയത്തില്ല എഴുതാൻ, എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം മാതാവ് എൻ്റെ കൂടെ വന്ന് ഞാൻ എഴുതിയത് എന്നതുപോലെ എനിക്ക് അറിയത്തില്ല, പക്ഷേ മാതാവ് എനിക്ക് വന്ന് കൂടെ, ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, മാതാവ് എനിക്ക് സഹായിക്കണേന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മാതാവ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ച് റിസൾട്ട് വന്നപ്പോൾ എനിക്കറിയാം, ഞാൻ മമ്മിയോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നു, ഞാൻ ക്ലിയറായി. അങ്ങനെ എല്ലാ മൊഡ്യൂളും എനിക്ക് കിട്ടി. ഈ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ശക്തമായ ഉറപ്പുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എല്ലാം മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ എൻ്റെ മകന് ഇടയ്ക്ക് പനിയും അങ്ങനെയൊക്കെ വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം ആദ്യം തേക്കും. പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളിലും, അതായത് ഞാൻ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കും, എൻ്റെ വാട്സപ്പിൽ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടും. പിന്നെ ധ്യാനം, ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ സ്റ്റാറ്റസായി ഇടും. പിന്നെ എനിക്കൊന്നും മനസ്സിലാതെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ അടച്ചു വെക്കുന്ന പല ഫയലുകളും മാതാവായിട്ട് എനിക്ക് തോന്നുന്നു തന്നിട്ടുണ്ട്. അതുപോലെയാണ് ഈ ജർമ്മൻ. ഞാൻ അടച്ച ഫയലാണ്, അതെനിക്ക് ഞാൻ ആദ്യത്തെ നിയോഗമായി ഇവിടെ എഴുതിയത് മാതാവ് എനിക്ക് തുറന്നു തന്നു.
പിന്നെ ഇതെൻ്റെ മകനാണ്, അവനും ഇത് ഭയങ്കര വിശ്വാസമാണ് മാതാവിൽ. അവൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എന്നും പോകുന്നത്. അപ്പോൾ അവനും മാതാവിനോട് നന്ദി പറയണം എന്നിവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. കൃപാസന മാതാവ് തന്ന അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. ആമേൻ. അമ്മേ മാതാവേ, കൃപാസനത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ആമേ. എന്നെ കുടുംബം വെളിയിലിരിക്കുന്നവർക്ക് ഭക്ഷണം പൊതി കെട്ടി ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവർ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പല കൂട്ടുകാരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം കൃപാസന മാതാവിനെ പറ്റി പറയുകയും ഉടമ്പടി എടുക്കണമെന്ന് പറയും. പലരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്നവരെ പറ്റി എല്ലാം മാതാവിനോട്. ഇനി ഞാൻ ജർമ്മനി പോവാണ്, എൻ്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ജർമ്മനി പോവാണ് നാളത്തെ കഴിഞ്ഞ്. അപ്പോൾ അവിടെ ചെന്നാലും മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മാതാവ് എൻ്റെ മുമ്പിൽ നടക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ പുറകെ എന്നെ എൻ്റെ കുടുംബത്തെയും സംരക്ഷണത്തോടെ നോക്കണം.